മലയാളികൾ മാത്രമല്ല ഇതര ഭാഷാ സിനിമാ മേഖലകളിൽ നിന്നുള്ളവരും പ്രേക്ഷകരുമൊക്കെ കാത്തിരിക്കുന്ന മലയാള ചിത്രമാണ് ദൃശ്യം 3. അത്രയധികം മറുഭാഷാ റീമേക്കുകൾ സംഭവിച്ച ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗം എന്നതാണ് ഈ ഹൈപ്പിന് കാരണം. റിലീസിന് 2 ആഴ്ചയോളം ശേഷിക്കെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊക്കെ തുടർ ദിനങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ റിലീസ് ദിനത്തിലെ ആദ്യ ഷോയുടെ ടൈമിംഗ് ഇന്നലെയാണ് അണിയറക്കാർ പുറത്തുവിട്ടത്. മെയ് 21 രാവിലെ 8 മണിക്കാണ് ദൃശ്യം 3 ആദ്യ ഷോ നടക്കുക. ഇപ്പോഴിതാ അതിന് പിന്നാലെ മറ്റൊരു അപ്ഡേറ്റ് കൂടി എത്തിയിരിക്കുകയാണ് ഇന്ന്. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സംബന്ധിച്ചാണ് അത്. ദൃശ്യം 3 ട്രെയിലർ നാളെ വൈകുന്നേരം പുറത്തെത്തും. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുക. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് എപ്പോൾ ആരംഭിക്കുമെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും തുടർ ദിനങ്ങളിൽ പുറത്തെത്തും. അതേസമയം ചില വിദേശ മാർക്കറ്റുകളിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഫാൻ ഷോ ടിക്കറ്റുകളും വിൽക്കുന്നുണ്ട്. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ജോർജ് കുട്ടിയും ഭാര്യ ആനിയമ്മയുമൊക്കെ മലയാളി പ്രേക്ഷകർക്ക് തൊട്ട് അയൽപ്പക്കത്തുള്ള ഒരു കുടുംബം പോലെയാണ്. സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകാനിറങ്ങി തിരിച്ച ജോർജ് കുട്ടിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികളാണ് എത്തിയത്. എത്ര പ്രതിസന്ധികളുണ്ടായാലും കുടുംബത്തെ രക്ഷിക്കണമെന്ന ഉറച്ച തീരുമാനമുള്ള ഒരു ഗൃഹനാഥന്റെ ആത്മസംഘർഷങ്ങൾ 3ാം ഭാഗത്തെ മുന്നോട്ട് നയിക്കുന്നതും ജോർജ് കുട്ടിയുടെ ഉറച്ച തീരുമാനങ്ങളായിരിക്കും. ദൃശ്യത്തിൽ നിന്നും ദൃശ്യം 3-ലെത്തുമ്പോൾ പിന്നിട്ട കാലയളവിന്റെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ജീത്തു ജോസഫ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ചിത്രത്തിന്റെ വൻ വിപണി മൂല്യം മുന്നിൽ കണ്ട് ബോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളും ആശീർവാദ് സിനിമാസിനൊപ്പം മലയാളം ദൃശ്യം 3ന്റെ ഭാഗമാവുന്നുണ്ട്. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമാസിൽ 100 കോടി മുതൽ മുടക്കുന്നുമുണ്ട്.